ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഹെയർ മാസ്ക് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത് കേട്ടോ. അടുക്കളയിലത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ച് എങ്ങനെ ഹെയർ ഗ്രോത്തും ഡാൻഡ്രഫ് ഫ്രീ നല്ല ഷൈനി വോളുമിനസ് ഹെയർ എങ്ങനെ ലഭിക്കുക എന്നുള്ളതാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഉലുവയാണ്, അതായത് ഫെനുഗ്രീക്ക് സീഡ്. എൻ്റെ ഇത്തിരി പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉലുവയുടെ തന്നെ പൊടിയാണിത്. പൊടിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴുകി കളയാൻ നല്ല എളുപ്പമായിരിക്കും. പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് വെള്ളം ഉപയോഗിച്ചൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഞാൻ ഏകദേശം 2 മണിക്കൂർ സോക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രയും സമയമില്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി, പെട്ടെന്ന് അത് കുതിർന്ന് കിട്ടിക്കോളും. എൻ്റെ പൊടി ഉള്ളത് കൊണ്ട് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നിൽക്കുന്നത്. പക്ഷെ പൊടി വേണമെന്നേ ഇല്ല കേട്ടോ. നേരെ ഉലുവ കുതിർത്തിട്ടാൽ മതി, എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ മിക്സിയുടെ ജാറിൽ അടിക്കുമ്പോൾ നിങ്ങൾ ആദ്യം വെള്ളം ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് നമ്മളുടെ ഈ മിക്സ് ഒഴിക്കുക. ഇപ്പോൾ ഉലുവയുടെ പൊടി ഇല്ലെങ്കിൽ നേരെ അത് അങ്ങനെ തന്നെ ഒഴിച്ചാൽ മതി. ഇപ്പോൾ പൊടി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കട്ട പോലെ വന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ മാജിക് ഹെയർ മാസ്ക്. ഇതിപ്പോൾ ഇത്തിരി തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ആവശ്യത്തിനെടുത്ത് വെള്ളം ഉപയോഗിച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യണത്. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് ഞാൻ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ പറ്റണ പോലെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പ്രഗ്നൻസിക്ക് മുന്നേ അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മാസ്ക് ആട്ടോ. പിന്നെ ഇപ്പോഴാണ് ഈ അടുത്താണ് ഒന്ന് റെസ്യൂം ചെയ്തത്. സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ത്രൂ ഔട്ട് നമ്മുടെ ഹെയർ ലെങ്ത്തിലും അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ സ്കാൽപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ല തണുപ്പാട്ടോ, നല്ല തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ തലയിൽ വെക്കണം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഏകദേശം ഇത് കഴിഞ്ഞ് ഞാൻ ഇത്തിരി അടുക്കളയിലത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം 1 മണിക്കൂർ വെച്ചിട്ടോ. ഷാമ്പൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, കാരണം ഉലുവ ഒരു നാച്ചുറൽ ഒരു കണ്ടീഷണർ പോലെ ആക്ട് ചെയ്യണതാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ലോണം ഓയിലും ഡേർട്ടും എല്ലാം അത് വാഷ് ഔട്ട് ചെയ്ത് കളയും. അപ്പോൾ മാസ്ക് ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് വരാം. അപ്പോൾ ഇത്തിരി ഹാർഡ് പോലെ ഇരിക്കും, പക്ഷെ നമ്മത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ത്രൂ ഔട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാഷ് ചെയ്ത് നന്നായിട്ട് കളയുക. നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ തരിയൊന്നും കാണില്ല, നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്ത് കളയാൻ പറ്റും. ഇല്ലെങ്കിലും മുടിയൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ കോമ്പൗണ്ട് ഒന്ന് ചീകി കൊടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ടൊക്കെ ഒന്ന് സ്കാൽപ്പ് ഇതായി കൊടുക്കുമ്പോൾ തന്നെ അത് പോയിക്കോളൂ കേട്ടോ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കഴുകി കളയാൻ പറ്റും. വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഹെയർ സിറമോ അല്ലെങ്കിൽ ചെറുതായിട്ട് വല്ല ആൽമണ്ട് ഓയിലോ ഹെയർ ലെങ്ത്തിൽ വേണമെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാനിവിടെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷമാണ് ഈ കാണിച്ചു തന്നിട്ടുള്ള റിസൾട്ട്. മുടി കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടേ ഉള്ളൂ. കോമ്പോയിലും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരു നാച്ചുറൽ റിസൾട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റന്റ് റിസൾട്ട് ആട്ടോ. വാഷ് ചെയ്ത് കഴിഞ്ഞ് അത് ഉണങ്ങി കഴിയുമ്പോൾ തന്നെ നല്ല വോളിമിനസ് ഹെയർ, നല്ല തിക്കനിങ് ആ ഒരു എഫക്റ്റ് കാണാൻ പറ്റും. ഒരു നാച്ചുറൽ ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഹെയർ ഫോൾ എൻ്റെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എവിഡൻ്റ് ആണല്ലോ റിസൾട്ട് അല്ലേ. നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഹെയർ മാസ്ക് എന്തായാലും താഴെ കമന്റ് ചെയ്യട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.